അഹങ്കാരനല്ലേ? അല്ലടോ. എടോ, ഈ ലൈഫിനെ കുറിച്ചുള്ള എന്റെ കോൺസെപ്റ്റുകളൊക്കെ വേറെയാ. അതിങ്ങനെ 3-4 ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നൊന്നും അല്ല. മനസ്സിലൊരു കാര്യം തോന്നിയാ അത് അപ്പം തന്നെ പ്രാക്ടിക്കലാക്കണം. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഇതിപ്പം ഒരുമാതിരി കുറ്റിയിൽ കെട്ടിയിട്ട പോലെ. കുറ്റിയിൽ കെട്ടിയിട്ട കയറായി കിടക്കുന്നെ. അന്ന് അങ്ങനെ ഒരു അഭ്യാസം കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സാറിനിപ്പൊ ഇങ്ങനെ ഒരു പരാതി പറയേണ്ട വല്ല കാര്യം ഉണ്ടാവുമായിരുന്നോ? മതി മതി മതി. ഞാൻ എങ്ങോട്ട് ഡ്രൈവ് ചെയ്താലും അവസാനം താ പിടിച്ച് വലിച്ച് ഈ കല്യാണത്തിൽ കൊണ്ടെത്തിക്കും. ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോവാം. വാ. വീട്ടിലേക്കല്ലേ? പോകാടോ. അതിനു മുമ്പ് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ പോവാം. അത്രയും സമയമെങ്കിലും തനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. വാ, കേറുവാ. അമ്മയോ? അമ്മേ, കുറച്ച് ദൂരമായി അമ്മേ. ഗിരിയേട്ടൻ വെള്ളം വാങ്ങിക്കാൻ ഇറങ്ങിയതാ. ഞാൻ ഗിരിയേട്ടനോട് പറയാം. ശരി അമ്മേ. ഗിരിയേട്ടാ, പത്മേന്റെ വിളിച്ചോന്ന് അമ്മ ചോദിച്ചു. ഓ, ഞാനതങ്ങ് മറന്നു. ഗിരിയേട്ടാ, ഫോൺ സ്പീക്കറിലിടണേ. വലിയ ബിസിനസ്സുകാരിയാണെന്നല്ലേ പറഞ്ഞത്. ജാടക്കാരിയാണെങ്കിൽ സംസാരത്തിൽ നിന്ന് നമുക്ക് പിടിക്കാം. ഓ, ഹലോ. പത്മാൻഡി, ഞാൻ ഗിരിയാണ്. അമ്മ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു മോനെ. നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞങ്ങൾ പുറപ്പെട്ട ആൻറ്റി.